അപ്പൊ ചെങ്ങന്മാരെ നമ്മൾ SR ബിരിയാണി ഭയങ്കര പുതുതായിട്ട് വന്നില്ലേ SR ബിരിയാണി. അതിൽ നമ്മൾ ചിക്കൻറ്റും അതേമാതിരി കുട്ടൻറ്റും നോക്കിയാലോ, ടേസ്റ്റ് എങ്ങനെ നോക്കിയാലോ. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ വിട്ടു നമ്മളെ അമേഞ്ചരിക്കാവിൻ്റെ മുന്നിലുള്ള SR ബിരിയാണിയിലേക്ക്. അപ്പം നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അല്ല, വെള്ളിയാഴ്ച സമയം ഉച്ച സമയം. നമ്മളും വാങ്ങി 2 ബിരിയാണി. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. പാർസലാക്കാം. പുറത്താണെങ്കിലോ നല്ല മഴ, നല്ല അടിപൊളി മഴ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിംഗ് ആട്ടോ. പിന്നെ അതിമ തന്നെ വല്ല നമ്പർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിമ തന്നെ ഉണ്ടാ, ബോക്സ് തന്നെ ഉണ്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോക്സ് സലാഡ്. അപ്പം നമ്മൾ 2 പൊതി ബിരിയാണി വാങ്ങിക്കണം. അപ്പം അതിന് ആകെ ഒരു സലാഡുള്ളൂ. ഒരു സലാഡ്, അതുപോലെ സമ്മന്തി, നമ്മളെ ചമ്മന്തി, അതന്നെ ആ സാധനം, അത് ഇച്ചിരി സമ്മന്തി, പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ അച്ചാർ ഉണ്ട്. 2 ബിരിയാണി വാങ്ങുമ്പോൾ ഏകദേശം ഒരു 2.5 തരണ്ടേ. അത് ഞമ്മക്കൊന്ന് സാഡായി പോയി, ഇനി മറന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏതായാലും എന്ത് ചെയ്ത് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. നമ്മൾ അതിന് തന്നെ നമുക്ക് കുട്ടന്മെന്നാണ് തുടങ്ങാം. നമ്മൾ പ്രൈസ് പറയാൻ മറന്നേക്കണേ, 190 റുപ്യാണ് 2 കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ പുറത്ത് നല്ല മഴ പെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു കുട്ടൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ തിന്നാന്ന് പറഞ്ഞാലോ. എന്താണ് നമ്മളെ കുട്ടൻ. അടിപൊളി നല്ല ജ്യൂസി കിട്ടണം കേട്ടോ. 2 പീസ് കുട്ടൻ ബിരിയാണി കൊടുക്കുക. അതും 2 പീസ് ലഗോൺ, നല്ല അടിപൊളി 2 പീസ് ലഗോൺ, നല്ല സ്മെല്ലാട്ടാ. അപ്പം എന്നാൽ കഴിച്ചു നോക്കിയാലോ. അപ്പം നമുക്ക് ലഗോൺമ തന്നെ കഴിക്കാം. പീസൊക്കെ അടിപൊളിയാട്ടാ. സാധനം നമ്മൾ കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യുക, കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. അപ്പോൾ ഓക്കേ, ബൈ.